ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഒരു ചോക്ലേറ്റ് കപ്പ് കേക്ക് ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഈ കപ്പിന് 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് 250 ml കപ്പാണ്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുക്കുവാണ്. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ഇട്ടിട്ടുണ്ട്. ഇപ്പം മൈദയും കൊക്കോ പൗഡറും കൂടെ ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഞാനത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാവേ. ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അത് ഞാൻ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാണ്. അതിനുവേണ്ടി ഞാൻ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാവേ. നന്നായിട്ടൊന്ന് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് അടിച്ചെടുക്കാവേ. അത് ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഞാനൊന്ന് അടിച്ചെടുക്കുകയാണ്. ആ സൺഫ്ലവർ ഓയിൽ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര അതും കൂടെ നന്നായിട്ട് അടിച്ചെടുക്കാം. അത് ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അരിച്ചു വെച്ചിരിക്കുന്ന ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇത് കുറച്ച് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അര കപ്പ് ഞാൻ പാലെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൽ ഈ കപ്പിന് 1/4 കപ്പ് ഡാർക്ക് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഉള്ള വലിയ പീസാണ്. അപ്പം ഇത് ഈ പാലിനകത്ത് ചൂടാകുമ്പോഴേ അതിനകത്ത് കിടന്ന് മെൽറ്റ് ആയിക്കോളും. ഇത് ഒന്നര ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ടുണ്ട്. ഈ ഡാർക്ക് കോമ്പൗണ്ടൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുവാണ്. ഇനി ഇത് ചൂടോടുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച്.
ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ ഞാൻ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ ഓവനിലാണ് വയ്ക്കുന്നത്, ഒരു 25 മിനിറ്റ്സ്. ഇത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് പുരട്ടി കൊടുക്കുന്നത്, ബട്ടർ പുരട്ടി കൊടുത്താൽ മതി. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലൊരു 3/4 ഭാഗം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇതൊന്ന് കുത്തി കൊടുക്കുക. ഇതിൽ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ട് പോയി കിട്ടാൻ വേണ്ടി. കപ്പ് കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ ക്രീം വെച്ചൊന്ന് ഡിസൈൻ ചെയ്യാണ്. അതിനുവേണ്ടി നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ഷുഗർ ചേർക്കേണ്ട ആവശ്യമില്ല, ഇത് മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്ത് ഇതിപ്പം ഞാൻ ഹൈയിലിട്ടാണ് ബീറ്റ് ചെയ്തത്. ഞാനത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനി ഇങ്ങനെ ഇതുപോലെ ഇരിക്കണം, കണ്ടോ? ഇത്ര തിക്കായിട്ടിരിക്കണേ. ഞാൻ ആ വിപ്പിംഗ് ക്രീം ഈ പൈപ്പിംഗ് ബാഗിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള ചോക്ലേറ്റ് കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കൂടി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.